വെനം സ്ട്രോങ് ആണ് രവിയേട്ട. യാ, റിക്കവർ ചെയ്ത ഭാഗ്യം. കടിച്ച പാമ്പിനെ ഞാൻ കണ്ടു. ഇതിപ്പോ എത്രാമത്തെ തവണയാ സെയിം സ്പോട്ടിൽ? നാട്ടുകാർക്ക് ഇത് മതി വെറുതെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ. ആ രമ്യ, ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഡെവലപ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാനിപ്പോ വരാം. എവിടേക്കാ? അതൊക്കെ വന്നിട്ട് പറയാന്നേ. ഇവിടെ നിറച്ച് പാമ്പാണല്ലേ, എപ്പോ ശരിയാക്കി തരാം. അതൊന്നും കാര്യമാക്കണ്ട, വിട്ടു തെളിക്കേ. എന്താ കുട്ടിയെ കാട്ടുന്നത്? വെച്ചാരാധന ഉണ്ടായിരുന്ന ഇടായത്. പിഷാരടിയേട്ടൻ പേടിക്കണ്ട, ഇതിവിടെ എന്ന നാട്ടുകാർക്ക് സൂര്യക്കേട്. വിളിച്ചാരും വരില്ലെന്നറിയാവുന്നോണ്ടാ ഞാൻ ഇവരും കൂട്ടി ഇറങ്ങിയ. ആ വാസോട്ടുണ്ട് കാര്യം സീരിയസ് ആണ്. എന്ന് വെച്ച് ഇങ്ങനെ എടുത്തു ചാടണോ? കുഞ്ഞൻ ഇതിലൊന്നും വിശ്വാസം ഇല്ലാന്നറിയാം. എന്നാലും വല്ല പരിഹാരക്രിയയും ചെയ്ത് മണ്ണാർശാലയിലേക്ക് മറ്റോ മാറ്റിട്ട് ചെയ്താ പോരെ? തലമുറകളായിട്ട് പ്രശ്നമുള്ള ഇടാണിത്. ദൈവാരാധനയുടെ പേരില് 8 കാലിക്ക് വരെ ക്ഷേത്രമുള്ള നാടായത്. ഇത്തരം വിശ്വാസങ്ങളൊക്കെ ഉടച്ചു കളഞ്ഞില്ലെങ്കിൽ നശിക്കപ്പെടാൻ പോകുന്നത് നമ്മുടെയൊക്കെ സാമാന്യ ബുദ്ധിയാ, പ്രത്യേകിച്ച് ഒരു യുക്തിവാദിയായ എനിക്ക്. എന്റെ കുട്ടി, ഈ സ്ഥലം കുഞ്ഞിന്റെ തന്നെയാണെന്ന് അറിഞ്ഞോണ്ട് പറയാ. ശ്രീമംഗലത്തെ കാര്യസ്ഥൻ എന്ന സ്ഥാനം വിട്ട് ഒരേട്ടന്റെ അനുഭവം ഞാനാണെന്ന് കൂട്ടിക്കൊള്ളു. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്നവരായി നാഗത്താന്മാര്. അവരോട് കളിച്ചാൽ ഇതില് പേടിക്കാൻ ഒന്നുമില്ല പിഷാരടേട്ടാ. ആത്യന്തികമായി നന്മ മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ സ്ഥലത്തിന്റെ പേരുള്ള കേസും കുട്ടിച്ചരൊക്കെ കഴിഞ്ഞു. കുറച്ചു നാളായി വിചാരിക്കണതാ ഇവിടെ അങ്ങ് വെളുപ്പിച്ചിട്ട് നമ്മുടെ ആശുപത്രിയുടെ അനക്സ് പണിയിക്കണമെന്ന്. അതാ നല്ലത്. അനക്സ് പണിയാനുള്ള നിന്റെ തീരുമാനമൊക്കെ നല്ലത് തന്നെ. പക്ഷെ അതവിടെ തന്നെ വേണമെന്നുള്ള കാര്യം ഒരു വട്ടം കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആരുടെയും പക്ഷം ചേർന്ന് പറയുന്നതായിട്ട് നീ ധരിക്കേണ്ട. നമ്മളായിട്ട് ആരുടെയും വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തണ്ട എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇതിന്റെ പേര് അഹമ്മദീന്ന് തന്നെയാ. പണ്ട് മുടങ്ങാതെ തിരിവെച്ചിരുന്ന സ്ഥലമായിരുന്നു അത്. ഇനി എന്തൊക്കെ അനർത്ഥങ്ങളാണോ എന്റെ ഈശ്വര. അതെങ്ങനെയാ? വിശ്വാസത്തിന്റെ പേരിൽ അച്ഛനും മോനും കണക്കാ. ആ വിശ്വാസമല്ല, തെളിവാ പ്രധാനം. അതാ ജസ്റ്റിസ് രാഘവ കൈമൾ. അതാണ് ഞങ്ങളുടെ കണ്ടോടി, എന്റെ പേരക്കുട്ടികൾക്ക് വരെ എന്നെ നന്നായിട്ട് അറിയാം. തമാശ പറയേണ്ട നേരല്ല ഇത്. കെട്ടിടം അവിടെ പണിയുന്നതിൽ ആർക്കും വിരോധമില്ല. പൂജകൾ യഥാവിധി നടത്തണമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഇതിലൊക്കെ കുറെ സത്യങ്ങളുണ്ട്. എത്രയൊക്കെ ആയാലും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കത്തി വെക്കുമ്പോ നമ്മൾ അറിയാതെ ഈശ്വരനെ വിളിച്ചു പോകും. ലക്കിനെ കുറിച്ച് അന്വേഷിച്ചു ചെല്ലുമ്പോഴാ പലരും ഈശ്വരനെ കണ്ടെത്തുന്നത്. ഞാൻ ഏതായാലും പിഷാരടിയേട്ടന്റെ കൂടെ തന്നെയാ. അനക്സ് പണിയാനാണെങ്കിൽ എന്റെ ഫ്രണ്ട് ശിവാസിന്റെ സ്ഥലം ആ ഹോസ്പിറ്റലിൽ അടുത്ത് കിടപ്പുണ്ട്. വെറുതെ അറിഞ്ഞുകൊണ്ട് വേലിയിരിക്കുന്ന പാമ്പിനടുത്ത് തോളത്തിടണോ? അളിയൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ നോക്കിയിട്ട് അങ്ങനെ വല്ല ഓപ്ഷനും നോക്കുന്നതാ നല്ലത്. പഠിക്കുന്ന കാലത്ത് ഉറക്കം അളച്ചിരുന്ന E.T. കോവൂറിന്റെ പുസ്തകം വായിക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഇതിപ്പോ പലതവണയായി. എന്തോ ഭാഗ്യം കൊണ്ടാ വാസോട്ടൻ രക്ഷപ്പെട്ടത്. എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങളാണല്ലോ വലുത്. ഒരു ജീവൻ പിടിച്ചു നിർത്തുന്നതിനെ കുറിച്ച് ആരും ഇവിടെ ചിന്തിക്കുന്നില്ലെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം. ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. ദിലീപേട്ടൻ സംസാരിച്ചു തുടങ്ങിയ ഒരുമാതിരി ഹാർട്ട് സർജറി ചെയ്യുന്ന പോലെയാ വാക്കുകള്. ഞാൻ കാര്യമല്ലേ പറഞ്ഞത്. ഇതിപ്പോ എത്രാമത്തെ തവണയാ? അമ്മാവൻ ആ കേസിൽ കിടന്നപ്പോ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആരും. അടിസ്ഥാനപരമായൊരു വിപ്ലവത്തിന് തുടക്കം ഇട്ടുമെന്ന് കരുതിയാൽ മതി. ആ കാവ് നശിക്കണം. പറയാൻ ഈസിയാ. അവിശ്വാസം പോലെ തന്നെ പ്രധാനവും അവിശ്വാസവും. ദിലീപേട്ടൻ മറ്റുള്ളവരുടെ മാനസികാവസ്ഥയോടെ മനസ്സിലാക്കണം. പിഷാരടിയേട്ടൻ ശരിക്കും ഷോക്ക്ഡാ. ലുക്ക് രമ്യ, നമ്മുടെ ആശുപത്രിയിലെ സൗകര്യം നിനക്ക് അറിയാവുന്നതല്ലേ. അതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം. മുത്തശ്ശന്റെ വലിയ ആഗ്രഹമായിരുന്നു അത്. എല്ലാ സൗകര്യങ്ങളോടും കൂടി നാട്ടുംപുറത്തൊരു ആശുപത്രി. ഇടയ്ക്കുള്ളൊരു കണ്ണി മുറിഞ്ഞാലും ആ പാരമ്പര്യം നിലനിർത്തേണ്ടത് എന്റെ ഒരു ആവശ്യമാണിപ്പോ. ഇറ്റ്സ് മൈ ഡിസിഷൻ. എന്ന് കരുതി കാവൊക്കെ വെട്ടിത്തെളിക്കാന്ന് പറഞ്ഞ ഞാൻ എന്തായാലും അതിനെതിരെ തന്നെയാ. നമുക്ക് ജനിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് കൂടി ദോഷമായതല്ല. ഇക്കാര്യത്തിൽ നീ എന്നല്ല ആരെതിര് വന്നാലും എന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. സത്യത്തിൽ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചതാ വാസുവിന്റെ കാര്യം ഓർത്ത്. നൗ ഹീസ് ഓൾ റൈറ്റ്. ആ രവിട്ടാ, ഞാൻ എന്തായാലും നാഗത്രക്കാവില് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ജഡ്ജി അദ്ദേഹത്തിന്റെ കോൾ ഉണ്ടായിരുന്നു ഇന്നലെ.
രവിയേട്ടൻ പറഞ്ഞില്ലെങ്കിലും അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു ഞാൻ. രവിയേട്ടന്റെ പ്ലാൻ ഏതായാലും കൊള്ളാം. അനൂപും കൂടെ എത്തി അനക്സിന്റെ പണി നിങ്ങളെങ്ങനെ ഏൽപ്പിച്ചാ പിന്നെ എനിക്ക് അങ്ങോട്ട് ഫ്രീ ആവാലോ. ആ കുഴിമടിയനിപ്പോ ഏത് രൂപത്തിലാണാവോ. മറക്കണ്ട, നാളെ 11 മണിക്കാണ് ഫ്ലൈറ്റ്. നല്ല കാര്യമായി. 2 മണിക്കൂർ നേരത്തെ ഉണ്ടാവും ഞാൻ എയർപോർട്ടില്. ശരിക്കും ഇപ്പൊ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് തോന്നുന്നില്ലേ, പ്രത്യേകിച്ച് ഈ കാറ്റടിക്കുമ്പോ? എന്താ അങ്ങനെ ചോദിച്ചത്? കുറെ നാളുകൾക്ക് ശേഷം കേരളത്തിലേക്ക് ലാൻഡ് ചെയ്യുന്ന ഏതൊരാൾക്കും തോന്നുന്ന ഫീലിംഗ് അത്. നീ കണ്ട നാടൊന്നും അല്ല ഇപ്പൊ ഇത്. ടോട്ടലി ചേഞ്ച്ഡ്. മലയാളി എന്നും കൊലയാളിയാണ് മോനെ. എനിവേ, രവിയേട്ടനെ പോലെ ഒരു സ്പോൺസറെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ്. ലോകം മൊത്തം കറങ്ങിയെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ടായിരുന്നു മെഡിക്കൽ കോൺഫറൻസ്? ആസ് യൂഷ്വൽ. ഞാൻ നമ്മുടെ ചെറിയനെ കണ്ടിരുന്നു. അവനിപ്പോ ഡൽഹിയിൽ സെറ്റിൽഡ് ആണ്. ന്യൂറോ സർജനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ആര്? ഇച്ചായനോ? ഉള്ളത് പറയാലോ, പഠിക്കുന്ന കാലത്ത് എന്റെ കൂടെ നിരീശ്വരവാദവും വിപ്ലവവും പറയാൻ നിന്നേക്കാൾ മിടുക്കനായിരുന്നു അവൻ. കറ കളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ. ഇടക്കാലം വെച്ച് ബാലുവും യൂസഫും ഷൗക്കത്തും ഒക്കെ ഓരോ വഴിക്കായി. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. കാലം ഇപ്പോ അവനെ ഏതെങ്കിലും കുറിച്ച് കയറ്റി കാണും അല്ലേ? ഞങ്ങൾ തമ്മിൽ കാണുന്ന ദിവസം അവന്റെ കൊച്ചിന്റെ മാമോദിസ് ചടങ്ങായിരുന്നു പള്ളിയിൽ വെച്ച്. സത്യം പറഞ്ഞ അന്നും ഇന്നും മാറാത്തത് ഞാൻ തന്നെയാ. പിന്നെ ഒരു കാര്യത്തിൽ ഞാൻ വിജയിച്ചു എന്ന് പറയാം. 24 മണിക്കൂറും അമ്പലവാസിയായിരുന്ന നിന്റെ ഡിയർ ഫ്രണ്ട് ഇപ്പൊ എന്റെ കൊടിക്കീഴിലായി. കണ്ടു നോക്ക്, അപ്പൊ മനസ്സിലാവും. ഇതാണ് എന്റെ വീട്. വാടാ. നിങ്ങൾ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. കാണാതെ ഇപ്പൊ വിളിക്കാൻ തുടങ്ങായിരുന്നു. ഫ്ലൈറ്റ് 1 hour ഡിലേ ആയിരുന്നു, അതാ ലേറ്റ് ആയത്. ഇപ്പൊ എങ്ങനെ, സന്തോഷമായില്ലേ നിനക്ക്? എടാ, നീ വരുന്നു അറിഞ്ഞത് മുതല് ഇവളെനിക്ക് ചെവിതല തന്നിട്ടില്ല. ഒരു 100 വട്ടമെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും ഏത് ഫ്ലൈറ്റ് ആണ്, എത്ര മണിക്കാണ്. ആ പഴയ ചങ്ങാതിമാർ ഒരുമിച്ച് കൂടുമല്ലേ. ഇനി അങ്ങോട്ട് എന്നെ പോസ്റ്റ്മോർട്ടത്തിന് എടുക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് പേടി. കീറി മുറിക്കാൻ സ്വയം നിന്ന് എന്ത് ചെയ്യും? കണ്ട കണ്ട കത്തിച്ചു തുടങ്ങി. ഗുഡ് മോർണിംഗ്. അവിടെ തന്നെ നിൽക്കുക. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? ഓ സുഖമായിരുന്നു. നിങ്ങളെ എങ്ങനെ ഒരുമിച്ച് കാണുക എന്നൊക്കെ പറയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖം. ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് ജോലി ചെയ്യാന്നൊക്കെ പറയുന്ന ഒരു സുഹൃതം തന്നെയല്ലേ? ആഹാ, കുഞ്ഞിന്റെ കൂട്ടുകാരെത്തിയല്ലോ. ഇതാണ് പിഷാരടി ഏട്ടൻ. സർവ്വചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഈശ്വരന്മാരുടെ ഭൂമിയിലെ സ്വന്തം റെപ്രസെന്റേറ്റീവ്. ഏതായാലും സുഖമായിട്ട് എത്തിയല്ലോ, ഭഗവതിയുടെ കടാക്ഷം. പിഷാരടി, ആ ബാഗൊക്കെ ഒന്ന് ആയിക്കോട്ടെ. അതേക്കുരാ. ആ മോനെ, വന്ന കളി നിൽക്കാതെ കേറി വാ. വാ മോനെ. വാടാ. പഠിക്കുന്ന കാലം മുതലേ നിനക്ക് വൃത്തിയോട് അലർജി ആണല്ലോ. വല്ലപ്പോഴൊക്കെ ഒന്ന് കുളിക്കടാ. പകലായിരുന്നെങ്കിൽ ഈ വിശാലമായ പുഴയിലൊന്ന് നീന്തി കുളിക്കായിരുന്നു. വലിയ ആഴമൊന്നുമില്ല. ഹാവ് എ ഡ്രിങ്ക്? നോ താങ്ക്സ്. ധൃതി കൂട്ടണമെന്നില്ല. നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാം. അറിയാലോ, കാര്യങ്ങൾക്ക് രമ്യയെ കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാ. എല്ലാത്തിനും ഞാൻ വേണം ഓടി നടക്കാൻ. നിന്റെ സ്റ്റേറ്റ്സിലേക്കുള്ള പോക്കെന്നാ? ഇനിയിപ്പോ നീ വന്ന സ്ഥിതിക്ക് അത് തീരുമാനിക്കണം. തീസിസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ പോട്ടെ. നിനക്ക് ഹോസ്പിറ്റലിൽ ഒരു സസ്പെൻസ് കാത്തിരിപ്പുണ്ട്. നാളെ ജോയിൻ ചെയ്യുമ്പോൾ കാണാം.